കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 25/10/2025 സാറ്റർഡേ പ്രിലിമിനറി എക്സാമിനേഷന്റെ ആദ്യത്തെ സ്റ്റേജ് അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2 പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് ആണ് കഴിഞ്ഞത്. ഉച്ച കഴിഞ്ഞ് 1:30 PM ടു 3:05 PM വരെയായിരുന്നു പരീക്ഷ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷകരുടെ എണ്ണം കൂടിയ തസ്തികകളിൽ സാധാരണഗതിയിൽ പ്രിലിമിനറി പരീക്ഷ നടത്താറുണ്ട്. പൊതുവെ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള തസ്തികകളിൽ മാത്രമാണ് പ്രിലിമിനറി പരീക്ഷ നടത്താറ്. അപേക്ഷകരുടെ എണ്ണം കുറവായ തസ്തികകളിൽ പ്രിലിമിനറി പരീക്ഷ നടത്താതെ തന്നെ മെയിൻ പരീക്ഷ നടത്തുന്ന ഒരു രീതിയാണ് PSC അവലംബിച്ച് പോരുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള തസ്തികകളിൽ അപേക്ഷകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി എത്രയധികം കുറയ്ക്കാവോ അത്രയധികം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിലിമിനറി പരീക്ഷകൾ നടത്തുന്നത്. പല സ്റ്റേജുകളിലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് 25/10/2025 ഇന്ന് നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് അടുത്ത മാസം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേജും കൃത്യമായിട്ട് തന്നെ നടത്തി പരീക്ഷ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ എണ്ണം പരമാവധി കുറച്ച് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിലിമിനറി പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് GKക്ക് 60 മാർക്കും അതുപോലെ തന്നെ ജനറൽ സയൻസിന് 20 മാർക്ക്, അതിനകത്ത് നാച്ചുറൽ സയൻസും ഉണ്ട്, ഫിസിക്കൽ സയൻസും ഉണ്ട്. അതുകൂടാതെ കണക്കിന് 20 മാർക്കുമാണ് ഇന്നത്തെ സിലബസ് എന്ന് പറയുന്നത്, സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി, സാറേ ഇന്ന് പ്രിലിമിനറി പരീക്ഷ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ ഉണ്ടാവും, കട്ട് ഓഫ് മാർക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ തൊട്ടടുത്ത സ്റ്റേജ് വന്നാൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റൂ. പരീക്ഷയുടെ എങ്ങനെയാണ് നിലവാരത്തെ സംബന്ധിച്ചൊരു എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല ഉദ്യോഗാർത്ഥികളും പരീക്ഷ വരുന്ന അവസരത്തിൽ അപേക്ഷ സമർപ്പിച്ചു കഴിയുമ്പോൾ പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സാറേ ഈ പരീക്ഷയ്ക്ക് കണക്കുണ്ടോ, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കണക്ക് എന്ന് പറയുന്ന വിഷയം ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയാസമാണ്. അത് തങ്ങളുടെ മാർക്ക് നെഗറ്റീവിലേക്ക് തള്ളിവിടുകയും കൂടാതെ പരീക്ഷ കണക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് ആദ്യം പരീക്ഷയെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് സമയം തികയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ്. പല ഉദ്യോഗാർത്ഥികളും കണക്ക് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വിഷയം ഏതാണോ പ്രസ്തുത വിഷയം അവസാനത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ആദ്യം മറ്റുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം അറിയാൻ വയ്യാത്തതിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ പലർക്കും കണക്കെന്ന വിഷയത്തിൽ സംബന്ധിച്ച് പ്രയാസമായിരുന്നു എന്ന് പൊതുവെ പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള വിഷയങ്ങൾ GK ആണെങ്കിലും ജനറൽ സയൻസ് ആണെങ്കിലും നാച്ചുറൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും വലിയ പ്രയാസമില്ലാതെ തന്നെയുള്ള പരീക്ഷയായിരുന്നു എന്ന് ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തി എന്നും പരീക്ഷ എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ തരണം ചെയ്യാൻ സാധിച്ചു എന്നും പല ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ എത്ര സ്റ്റേജ് ഉണ്ട് അത്രയും സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പോൾ ഓരോ സ്റ്റേജിലും അവരവരുടെ പരീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കട്ട് ഓഫ് മാർക്കുകളൊക്കെ നിർണ്ണയിച്ച് ഓരോ സ്റ്റേജിലും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളായിരിക്കും. ഇതിൽ തന്നെയാണെങ്കിൽ പോലും അറ്റൻഡർ ഗ്രേഡ് 2-നും സെയിൽസ്മാൻ ഗ്രേഡ് 2-നൊക്കെ തന്നെ രണ്ടിനും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരിക എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. എങ്കിൽ പോലും പ്രിലിമിനറി എക്സാമിനേഷന് പൊതുവെ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കോമൺ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്ക് ഒരു 60 മാർക്കിന് മുകളിൽ വരാനുള്ള സാധ്യത ഏറെയാണ്. അത് അത്രയധികം ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നാണ് പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന കട്ട് ഓഫ് മാർക്ക് പോലെ ആയിരിക്കത്തില്ല മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. മെയിൻ പരീക്ഷയ്ക്ക് കുറെ കൂടി കട്ട് ഓഫ് മാർക്ക് വ്യത്യാസം വരും. പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എത്ര പേരുടെ ലിസ്റ്റാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുത്താൻ സാധ്യത ഏറെയുള്ള ഒരു പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൽ അധികം ഉയരത്തിലെത്താനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ഒരു 60 മാർക്കിന് മുകളിലൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്.
അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലിസ്റ്റുകളൊക്കെ തന്നെ ഓരോ സ്റ്റേജിലും കഴിയുന്നതനുസരിച്ച് തുടരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ ലിസ്റ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് PSC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഈ സ്റ്റേജിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. കാരണം അടുത്ത സ്റ്റേജിലേക്കുള്ളവർക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ പൊതുവെ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ അറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തലുകൾ നടത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.